ഡോക്ടർ സുൽഫി, ഇത് ഞാൻ ഈ പെരിനാറ്റൽ സൈക്കോസിസ് എന്ന പേര് അല്ലെങ്കിൽ പ്രയോഗം ആദ്യമായിട്ട് കേട്ടത് ഈ വാർത്ത ഫൗസിയ മുസ്തഫ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയ തൊട്ടാണ്. എനിക്ക് തോന്നുന്നു പൊതുസമൂഹത്തിൻ്റെ ആകത്തിൻ്റെ നില അങ്ങനെയായിരിക്കും. നമ്മൾ പോസ്റ്റ്മോർട്ടം പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ സമീപകാലത്ത് പൊതുസമൂഹം ആകെ അറിയുന്നുണ്ടെങ്കിൽ തന്നെയും ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാർ അതിങ്ങനെ ഒരു മാനസിക രോഗത്തിൻ്റെ ഒരു തീവ്രാവസ്ഥയിൽ കൂടെയാണ് ചെയ്യുന്നത്, അത്തരം കൊലപാതകങ്ങളിലേക്ക് പോകുന്നത് എന്നത് ആ നിലക്ക് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങളെ കൊന്ന അമ്മമാർ എന്നൊക്കെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോവുകയും മറ്റു പല കാരണങ്ങളും മറ്റ് കാമുകന്മാരുടെ കൂടെ പോകാനും ഈ ഭർത്താക്കന്മാരോടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഒക്കെയാണ് ചെയ്യുന്നത് എന്ന നിലക്കുള്ള റിപ്പോർട്ടുകളായിരുന്നു വരാറുണ്ടായിരുന്നത്. നിങ്ങൾ ഈ മെഡിക്കൽ ഗ്രൂപ്പിനകത്ത് അല്ലെങ്കിൽ മെഡിക്കൽ കമ്മ്യൂണിറ്റിക്കകത്ത് നേരത്തെ തന്നെ അറിവുള്ളൊരു സംഗതി ആയിരുന്നോ ഇത്? എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ അത് പൊതുസമൂഹത്തിൻ്റെ ആകെ ഒരു ചർച്ചാ വിഷയമായി മാറാതിരുന്നത്? ഡോക്ടർ സുൽഫി നോഹു. പെരിപ്പാർട്ടം സൈക്കോസിസ് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്ന എൻറ്റിറ്റി എത്രയോ വർഷങ്ങളായിട്ട്, ദശാബ്ദങ്ങളായിട്ട് മെഡിക്കൽ കമ്മ്യൂണിറ്റിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയമാണ്. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. കാര്യം ഇതുപോലെയുള്ള വളരെ കുറച്ച് ആൾക്കാരെ എങ്കിലും, വളരെ ഗുരുതരമായിട്ടാണെങ്കിൽ പോലും വളരെ കുറച്ച് ആൾക്കാരെ ബാധിക്കുന്ന ഈ ഒരു അസുഖം പൊതുസമൂഹവും മീഡിയയും ഒക്കെ ചർച്ച ചെയ്യുകയും ആ കാര്യത്തിലൊരു കൂടുതൽ അവയർനെസ് ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളത് ഇത്തരം ചർച്ചകൾ വളരെയധികം പ്രയോജനം ചെയ്യും. അത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതിനും കാരണമാകും. ഈ ഒരു എൻറ്റിറ്റി വളരെ കാലങ്ങളായിട്ട് നിലവിലുള്ള ഒരു വിഷയമാണെങ്കിൽ പോലും നമുക്ക് ഈ കാര്യത്തിൽ കുറച്ചുകൂടെ ഒരു അവയർനെസ് പബ്ലിക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സ്റ്റാഫിന്, അതോടൊപ്പം തന്നെ കുടുംബങ്ങളിലുള്ള മറ്റാൾക്കാർക്കൊക്കെ ഇത്തരം ഒരു അവയർനെസ് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ പണ്ടുകാലങ്ങളിലും ഈ ഗ്രാമപ്രദേശങ്ങളിലും അല്ലെങ്കിൽ ഉൾനാടുകളിലും ഒക്കെ തന്നെ ഇതിനെ മറ്റെന്തെങ്കിലും ഒരു ലോക്കൽ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന അസുഖത്തെയാണ് ഇപ്പോഴും വിളിക്കുന്നത്. അപ്പം പലപ്പോഴും ഇത് ചുരുക്കം ചില ആൾക്കാർ, ഇത് 3 തരത്തിൽ നമുക്ക് പറയാൻ കഴിയും. പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പ്രസവത്തിന് ശേഷമുള്ള ഒരു ദുഃഖമെന്ന് വളരെ സിമ്പിളായിട്ട് പറയാമെന്നുള്ള അസുഖം ഒരുപാട് പേരെ ബാധിക്കാറുണ്ട്. 80% അത് വളരെ മൈൽഡായിട്ട് പോകും. ചെറിയ വിഷമങ്ങൾ അല്ലെങ്കിൽ ഒരു സങ്കടാവസ്ഥ അതൊക്കെ പെട്ടെന്ന് മാറും. അതിലാണ് പലപ്പോഴും ഇപ്പോൾ സ്റ്റാഫ് നഴ്സുമാർ അല്ലെങ്കിൽ കൂടെയുള്ളവരൊക്കെ സഹായിച്ചു കൊടുക്കുമ്പോൾ അത് മാറിപ്പോകുന്നതാണ്. ഒരു 80% ആൾക്കാരെ ബാധിക്കുന്നത്. ഒരുപക്ഷെ ഇത്തരം ആൾക്കാർ ഒരു ഗുരുതരമായ രീതിയിലേക്ക് പോകാറില്ല. ഒരു വിഭാഗം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ള രീതിയിലേക്കും വളരെ ഗുരുതരമായ രീതിയിലേക്ക് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ അപൂർവമായ ആൾക്കാരൊക്കെ പോകാറുണ്ട്. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും വിഭാഗമാണ് പലപ്പോഴും സ്വയം ബുദ്ധിമുട്ടുണ്ടാക്കുകയോ അല്ലെങ്കിൽ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ ഒരു പ്രസക്തമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ സമൂഹം വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു നമ്മളെ അണുകുടുംബത്തിലേക്ക് നീങ്ങിയെന്ന് മാത്രമല്ല, മൈക്രോ അണുകുടുംബമായി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം അത്രയ്ക്കും ചുരുങ്ങിയിരിക്കുന്നു. വീടുകളിൽ ഇപ്പം അച്ഛനും അമ്മയും 2 കുട്ടികളും എന്ന് പോലും പറയാൻ പറ്റില്ല. കാര്യം അവർ പോലും അവരുടെ മൊബൈൽ ഫോണിലേക്കും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കും അവരുടെ സ്വന്തം ആയ രീതികളിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ആൺകുട്ടികളും അതുതന്നെ പെൺകുട്ടികൾ ഇത്തരം ഒരു രീതിയിലേക്ക് വളർന്നു വരുമ്പോൾ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ വിമുഖത കാണിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറിപ്പോകാതിരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും സൈക്കോസിസും ഒക്കെ വളരെ ചെറിയ തോതിലാണെങ്കിലും കൂടി വരുന്ന ഒരു അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നാം ഈ കാര്യത്തിൽ മാതാപിതാക്കൾക്ക്, തീർച്ചയായിട്ടും കൊച്ചുകുട്ടികൾക്ക് സ്കൂൾ തലത്തിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഡിപ്രഷനും അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ ഈ ഒരുപക്ഷെ നമ്മുടെ മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇങ്ങനെ ഒരു ഇവൻ്റ് ഉണ്ട് എന്ന് അറ്റ്ലീസ്റ്റ് അത് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആരോഗ്യ പ്രവർത്തകർക്കും മറ്റ് ഒരുപക്ഷെ സൈക്യാട്രിക് കൗൺസിലിംഗ് വേണ്ടെങ്കിൽ അവർക്കും കൂടി ഈ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാൻ കഴിയും.